എന്തൊക്കെയായാലും ഞാൻ പോകുന്നതിന് തൊട്ടു മുമ്പേ നീ ഇതൊക്കെ ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കണല്ലേ? കുറച്ച് നേരത്തെ തേച്ച് വെച്ചതുകൊണ്ട് മോഹനേട്ടന് പ്രത്യേകിച്ച് പ്രയോജനം വല്ലതുകൊണ്ടോ? ഇല്ലല്ലോ. പോകാൻ നേരം ഷർട്ടും മുണ്ടും തേച്ച് കിട്ടണം. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എന്നും അത് കിട്ടിയിട്ടില്ലേ? പിന്നെ എന്താണ് ഈ പ്രശ്നം? എന്ത് പറഞ്ഞാലും നിനക്ക് അതിനൊരു മറുപടിയുണ്ട്. പക്ഷേ വെറുതെ തർക്കം ജയിക്കാൻ വേണ്ടി മറുപടി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ആയില്ലല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇതൊക്കെ അങ്ങ് തേച്ച് വെച്ചാ പിന്നെ നിനക്ക് അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാമല്ലോ. ആരാണ്? രാജീവോ? എന്താ കാര്യം? ഞാൻ അറിഞ്ഞിരുന്നു. അതെയോ? ഈ ശനിയാഴ്ചയോ? അത് ശരി. എനിക്കറിഞ്ഞൂടാ. എന്താണാവോ ഇപ്പൊ വിമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്? ഞാനും നീയും കൂടി ഈ ശനിയാഴ്ച വിമാനത്തിൽ ഹൈദരാബാദിലേക്ക് പോകും. നോക്കുന്നത് ചെറിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മോഹനകൃഷ്ണൻ ഒരു കാര്യത്തിലും വെറും വാക്ക് പറയാറില്ല. കേരള സർക്കാർ സർവീസിലുള്ള ഒരു വില്ലേജ് ഓഫീസർക്ക് അവിടെ എന്താണ് കാര്യം? ഇതാണ് ഞാൻ പറയുന്നത്. ഈ മോഹനകൃഷ്ണനെ ഇപ്പോഴും നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന്. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ ഒരു വൻപിച്ച യോഗം നടത്തുന്നു. വിവിധ മേഖലകളിൽ പ്രശസ്തരായ മലയാളികൾ അവിടെ പ്രസംഗിക്കുന്നു. നമ്മുടെ ജില്ലാ കളക്ടറും അക്കൂട്ടത്തിലുണ്ട്. താഴേക്കടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പ്രതിനിധീകരിച്ച് ഒരാൾ വേണം എന്ന് സംഘാടകർ പറഞ്ഞപ്പോ കളക്ടറാണ് എന്റെ പേര് പറഞ്ഞത്. കള്ള പറഞ്ഞ കാര്യം എന്താ? ഇന്ന് രാവിലെ വിളിച്ച സംഭവം ഉറപ്പിച്ചു. അപ്പൊ നിങ്ങൾ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ കാണൂലേ? അല്ല, ഹൈദരാബാദിലൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ എടുക്കൂലേ? അതെങ്ങനെയാ ഉത്തമ? ഞങ്ങൾ വിമാനത്തിലല്ലേ പോകുന്നത്. അപ്പോ വിമാനത്തിലാ? ശനിയാഴ്ച രാവിലത്തെ വിമാനത്തിൽ ഹൈദരാബാദിലേക്ക്. ഉച്ചയ്ക്ക് മുന്നേ അവിടെ എത്തും. ഞായറാഴ്ച യോഗം 10 മണിക്കാ. അത് കഴിഞ്ഞ് വൈകിട്ട് 5 മണിക്ക് അവിടുന്ന് തിരിച്ചു പോരും. രാത്രി എവിടെയും എത്തില്ലേ? പിന്നെ വിമാനത്തിലൊക്കെ പോവാൻ കുറെ കാശാവൂലേ? ഞാൻ ഇതൊരു 10-50 പേരെടുത്ത് പറയൂ. ഈ പ്രദേശത്ത് വിമാനത്തിൽ കയറിയിട്ടുള്ള വേറെ ആരാ ഉള്ളത്? അവ ശരിയാക്കില്ലേ? പിന്നെ താമരാഷന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ. സാറേ, ഞാൻ ഇറങ്ങട്ടാ? സ്കൂട്ടറിലാണല്ലോ. ഇല്ല, വണ്ടി എടുത്തില്ല, മഴ ആയോണ്ട്. ഭാമേ, എനിക്ക് ആഫീസിൽ പോകാനുള്ള സമയമായി. നീ ഉച്ചോന് എടുത്തോണ്ട് വരൂ. ഭയങ്കര മഴയല്ലേ മോഹനേട്ടാ? മഴ കഴിഞ്ഞിട്ട് പോവാ. ഇല്ലെങ്കിൽ ഓഫീസ് ചെല്ലുമ്പോഴേക്കും നനഞ്ഞു കുഴയില്ലേ എന്റെ മോഹനേട്ടൻ? നിനക്ക് പെട്ടെന്ന് എന്നോടുണ്ടായ സ്നേഹത്തിന്റെ കാരണം എനിക്ക് പിടികിട്ടി. ഞാൻ പ്രമോഷൻ കിട്ടി തഹസിൽദാരായി, പിന്നെ കളക്ടർ ആകുമ്പോ എനിക്ക് സ്ഥിരമായി വിമാനത്തിൽ കയറേണ്ടി വരില്ലേ? പക്ഷെ അപ്പോഴൊന്നും നിന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നിന്നെ ഇപ്പൊ കൂടെ കൊണ്ടുപോകുന്നത്. എനിക്കും അവസരം കിട്ടില്ലെന്നൊന്നും മോനോട് കരുതണ്ട. ഞാൻ ഹൈക്കോടതി കേസ് വാദിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കും ചിലപ്പോ വിമാനത്തിലൊക്കെ കയറേണ്ടി വരും. 10 പൈസ മുടക്കാതെ വിമാനത്തിൽ കയറാലോ. ശശി ആ പറഞ്ഞത് വളരെ വാസ്തവം. നടക്കട്ടെ. ഈ കളക്ടറെ കൊണ്ട് തോറ്റു. ഇനി ആരോടൊക്കെ സമാധാനം പറയണമേ? കളക്ടർ നേരിട്ട് പറഞ്ഞ സാറിന്റെ പേര് അല്ലേ? സാറ് പാന്റ് ഇട്ട് കാണണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ സാറ് പാന്റ് ഇടുമ്പോ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലോ. വിമാനത്തിൽ മുണ്ടെടുത്ത് കയറാൻ പറ്റില്ല സാറേ. പാന്റ് ഇട്ടാ മാത്രമേ വിമാനത്തിൽ കൊണ്ടുപോകൂ. ഹൈദരാബാദിലെ പരിപാടിക്ക് മോഹനേട്ടന്റെ പേര് പറഞ്ഞത് കളക്ടർ അല്ലേ? ആ കളക്ടറുടെ കീഴിലല്ലേ മോഹനേട്ടൻ ജോലി ചെയ്യണേ? അപ്പൊ പിന്നെ കളക്ടർ അറിയാത്ത എന്ത് ജോലിയാ മോഹനേട്ടനുള്ളത്? ഇത് മോഹനേട്ടൻ അടവാ. ആ യാത്ര എനിക്കൊരു സന്തോഷാവൂന്ന് കണ്ടപ്പോ എങ്ങനെങ്കിലും അത് മുടക്കണം. അത്രയുള്ള കാര്യം. ഈ കാര്യത്തിൽ തർക്കം വേണ്ട. ഹൈദരാബാദിലെ മലയാളി സമാജക്കാർ വിളിച്ചത് എന്നെയാണ്.